അടുത്ത് കുടിക്കേ. അപ്പൊ ഈ കോളനിയിലുള്ള ആ സ്ത്രീ, അവരെ നിങ്ങൾ കല്യാണം കഴിച്ചു എന്നല്ലേ പറഞ്ഞേ? അതൊക്കെ കുറെ കഴിഞ്ഞു വന്നതല്ലേ സാറേ. ചവിട്ട് നാടകവുമായിട്ടേ എല്ലാ കൊല്ലവും വെട്ടുകാട് പള്ളിയിൽ പോകുന്ന പതിവുണ്ടായിരുന്നു. അതിലെനിക്ക് പുണ്യാളന്റെ വേഷമായിരുന്നു. സുഷമയ്ക്ക് പുണ്യാളനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ആ പുണ്യാളന്റെ വേഷം അഴിച്ചു വെച്ചിട്ടേ ഇല്ല. പിന്നെ അങ്ങോട്ടൊരു 3-4 വർഷം അതിട്ട് അങ്ങോട്ട് ആടി. 5-ാം വർഷമേ അതങ്ങ് അഴിച്ചു വെച്ചു. അവള് കന്യാമറിയമായിട്ട് എൻ്റെ കൂടെ അങ്ങ് കൂടി. അപ്പോ കല്യാണം കഴിച്ച കാര്യമൊന്നും ആരും അറിഞ്ഞില്ല? ഏയ്, കല്യാണം കഴിച്ചിട്ടില്ല. അവള് സാറിൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു? ഒരു താലി കെട്ടുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലയോ? സാറേ, ഈ കല്യാണം കഴിച്ചാലേ പെണ്ണുങ്ങളുടെ സ്വഭാവം അങ്ങോട്ട് മാറും. പിന്നെ പിള്ളേരൊക്കെ അവരുടെ അവകാശമാവൂല്ലയോ? ആ, ഇപ്പോഴും കാണുമ്പോഴൊക്കെ കൊച്ചുങ്ങളില്ലാത്തതിൻ്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾ വഴക്കൊക്കെ ഇടും. ചുമ്മാതാ, 2 പേർക്കും അറിയാം ഒരിക്കലും കൊച്ചുങ്ങളുണ്ടാകത്തില്ലെന്ന്. അങ്ങനെ അങ്ങ് പോകുക. എൻ്റെ ആൻസി മോളും ആനി മോളും അവരെ അങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റുമോ സാറേ? പറ്റുമോ? അല്ല, ആൻസിക്കും ആനിക്കും ഒക്കെ കൊച്ചാപ്പൻ്റെ ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലേ? ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. ആൻസിക്കൊ ചെയ്താണ്ടൊക്കെ ഊഹിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടല്ലയോ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അവൾ മനസ്സിൽ വെച്ചൊന്നും പെരുമാറാത്തത്. പക്ഷേ മറ്റവൾ അങ്ങനല്ല കേട്ടോ. ഹോ, ഒരു കോഴിക്കാലിന് വരെ കണക്ക് പറയും. സഹിക്കാൻ വെക്കുന്ന കാര്യമാണോ സാറേ അതൊക്കെ? ഞാൻ വെറുതെ ഇരുന്ന് തിന്നുക പോലും. ഞാനേ ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കത്തില്ല. റബ്ബർ വെട്ടും, തുരിശടിക്കും, പാലെടുക്കും, അയ്യത്തെ പണികളെല്ലാം നോക്കും. എനിക്ക് ഹെലികോപ്റ്റർ ഒന്നും വേണ്ട. 1/2 ദിവസം കൊണ്ടേ 2.5 ഏക്കർ റബ്ബറിന് ഞാൻ തുരിശടിക്കും. ഞാൻ വെറുതെ ഇരുന്നിട്ടേ ഇല്ല. സാറേ, ഞാനിങ്ങോട്ട് വരുന്നതിന് മുമ്പേ അനന്തൻ്റെ തറവാട്ടിലൊന്ന് പോയായിരുന്നു, പിള്ളേരെ ഒന്ന് കാണാൻ. ഞാൻ ഗേറ്റിന്റെ മുന്നേ വരെ ചെന്നുള്ളൂ. അവിടുത്തെ മരുമോൻ ചെറുക്കൻ വണ്ടി എടുത്തോണ്ട് വന്നപ്പം എന്നെ കണ്ടു. കണ്ടില്ലെന്നാ ഞാൻ വിചാരിച്ചത്. അവൻ ചവിട്ടി അങ്ങ് നിർത്തി. ഇറങ്ങിയൊരു വരവാ ഇങ്ങോട്ട്. എന്തൊക്കെയാ പറഞ്ഞെന്നറിയാമോ സാറേ? ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെയാ അവൻ പറഞ്ഞത്? വിഷമിക്കണ്ട, വിഷമിക്കാതിരിക്കെ. ജാമ്യം കിട്ടി ആൻസിക്ക് വരട്ടെ. അപ്പൊ അവിടെ ചെന്ന് ആ കൊച്ചുങ്ങളെ വിളിച്ചോണ്ടെങ്കിൽ പോരണം. അതിനൊക്കെ അവർ സമ്മതിക്കുമോ സാറേ? സമ്മതിക്കാൻ എന്തിരിക്കുന്നു? അവര് പ്രസവിച്ച കുഞ്ഞുങ്ങളല്ലേ, ധൈര്യമായിട്ട് ചെല്ലണം. ധൈര്യമായിട്ട് കയറി ചെന്ന് വിളിച്ചിറക്കിക്കൊണ്ടെങ്കിൽ പോരണം. സാറേ, സാർ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ധൈര്യമായിട്ട് നിൽക്കും. ആൻസിമോള് പറഞ്ഞിട്ടുണ്ട് വെറുതെ അവിടെ ചെന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. എന്നാലും ഞാൻ വെച്ചിട്ടുണ്ട്. അമ്മാർക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. രാഗി എനിക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. അതൊന്നും വേണ്ട. അതെ, നിങ്ങളുടെ മോൾ ആൻസി തെറ്റുകാരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല സാറേ, ഞാൻ വിശ്വസിക്കത്തില്ല. ആര് പറഞ്ഞാലും എൻ്റെ മോള് തെറ്റുകാരിയാണെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. എൻ്റെ 2 കുഞ്ഞുങ്ങളും അങ്ങനല്ല. ആൻസിമോളുമല്ല, ആനിമോളുമല്ല. അവരൊന്നും പഴയ്ക്കത്തില്ല. ഞാൻ അവരെ വളർത്തിയത്. അവരെന്റെ കുഞ്ഞുങ്ങളാ, എൻ്റെ കുഞ്ഞുങ്ങള്. ആ വിശ്വാസം ഉണ്ടല്ലോ? ഉണ്ട് സാറേ. മതി, അത് മതി.